വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ട്രാവൽ വ്ളോഗൊന്നുമല്ല, നമ്മുടെ ക്യാമറ ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറ അണ്ടർ 10,000. അൺബോക്സിങ് കാര്യങ്ങളൊന്നുമല്ല, ഞാനൊരു 1 year ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാണ്. 4K 2K ഫുൾ HD 1080 വീഡിയോ എല്ലാം എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ കമ്പനി YI 4K ആക്ഷൻ ക്യാമറ. പിന്നെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളറിൽ വരുന്നുണ്ട്. ഇത് വൈറ്റാണ്. ഞാൻ വാങ്ങിച്ചത് വൈറ്റാണ്. എനിക്കന്ന് ഇത് ആമസോണിലന്ന് വൈറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ. വേറെ കളർ കൂടെ ഉണ്ട് ബ്ലാക്കായിട്ട്. റേറ്റ് അന്ന് വരുന്നത് 9990 അതായത് അണ്ടർ 10,000. അപ്പോൾ ആ റേറ്റിന് ഇത് ഒരു അടിപൊളി ക്യാമറയാണ്. ഇതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം, ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. 12 മെഗാപിക്സൽ സോണിയുടെ സെൻസറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീനാണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ 4K റെക്കോർഡിംഗ് ഉണ്ട്, 2K ഉണ്ട്, ഫുൾ HD 1080 ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബാക്കി എല്ലാ ക്യാമറയിൽ പോലെ തന്നെ ഫുൾ ഫങ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ബോഡി വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. പിന്നെ നമുക്ക് സെപ്പറേറ്റ് കേസ് വേണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബോഡിയൊക്കെ നല്ല സ്ട്രോങ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 2.19 ഇഞ്ചാണ്. ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അപാര സെൻസിറ്റീവ് ടച്ച് സ്ക്രീനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വൈഡ് ആംഗിളാണ്, 160 ഡിഗ്രി വൈഡ് ആംഗിൾ. അത് അപാര വൈഡ് ആംഗിളാണ്. ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൻ്റെ ടോപ്പിലാണ് കാണുന്നത്. ഇവിടെയാണ്. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടുള്ളത് സൈഡിലാണ് കേട്ടോ കാണുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ഓഫ് ചെയ്യട്ടെ. പവർ ബട്ടൺ ഹോൾഡ് ചെയ്താൽ ഓഫാകും. അതെല്ലാം പോലെ തന്നെ. ബാറ്ററി റിമൂവാണ്. ആ ബാറ്ററിയൊക്കെ നല്ല നൈസ് ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് 1 മണിക്കൂറുള്ള ഒരു വ്ളോഗൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. 1400 മില്ലി ആച്ചാണ്. ഹെവി ബാറ്ററിയാണ്. SJ ക്യാമിന് ഒരു ഇത്രയും വലിയ ബാറ്ററി ഇല്ല കേട്ടോ. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. മെമ്മറി കാർഡ് ഇവിടെ തന്നെ സൈഡിൽ തന്നെയാണ്. മെമ്മറി കാർഡ് വരുന്നത്. നമ്മൾ ഈ ബാറ്ററിയുടെ കവർ അഴിക്കേണ്ടി വരും. ബാറ്ററി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മെമ്മറി കാർഡ് എടുക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളൂ. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഫിനിഷിങ്ങൊക്കെ പക്ക ഫിനിഷിങ്ങാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ അക്സസറീസ് ഒന്നും ലഭിക്കുന്നില്ല കേട്ടോ. ആകെ ഉള്ളത് ക്യാമറയും ബാറ്ററിയും പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ടും മാത്രമേ ഉള്ളൂ. വേറെ മൗണ്ടിങ് കിറ്റോ അല്ലെങ്കിൽ അതുപോലെ ഹെൽമെറ്റ് മൗണ്ട് പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസ് ഒന്നും ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. ക്യാമറ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെൽഫി സ്റ്റിക്കിൽ ഇത് ഏതാണ് 10. ഇത് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. 2-1.5 മീറ്റർ നീളം എക്സ്റ്റെൻഡ് ചെയ്യാം. ഹെവി സാധനം. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിളുള്ള ഒരു സെൽഫി സ്റ്റിക്ക് തന്നെയാണ്. സെൽഫി സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഞാനിത് കാനൻ്റെ ഒരു ക്യാമറ ഉണ്ടാകും, അത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. മൗണ്ട് ചെയ്യാൻ കറക്റ്റായിട്ട് മൗണ്ടിങ് കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാമാരെ നമുക്കിനി നമ്മുടെ YI ക്യാമറ വെച്ചിട്ടുള്ള റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഹലോ ഗേസ്. അപ്പോൾ നമ്മുടെ പുതിയ ബഡ്ജറ്റ് ക്യാമറ വെച്ചിട്ട്, പുതിയതല്ല പഴയത്, ബഡ്ജറ്റ് ക്യാമറ വെച്ചിട്ടുള്ള റെക്കോർഡിങ്ങാണ് നിങ്ങൾക്ക് കാണുന്നത്. YIയുടെ ക്യാമറ വെച്ചിട്ടുള്ള റെക്കോർഡിങ് ഫുട്ടേജാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫുട്ടേജ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഫുൾ HD അതായത് 1080 നമ്മൾ പിടിച്ചേക്കുന്നത്. 50 ഫ്രെയിം പെർ സെക്കൻഡ് വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്. കളർ സെൻസൊക്കെ അടിപൊളിയല്ലേ. ലോ ലൈറ്റ് റൂമിൻ്റെ അകത്താണ്. ഇൻഡോർ റെക്കോർഡിംഗ് ആണ്. എങ്ങനെയുണ്ട്? ഔട്ട്ഡോർ റെക്കോർഡിംഗ് ആണ്. ഇത് ഫുൾ HD ആണ്. വൈഡ് മോഡിലാണ്. സ്റ്റെബിലൈസേഷൻ ഓഫാണ് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ. നടന്നു. പിന്നെ കേസിൻ്റെ കളർ സെൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. YIയുടെ തന്നെ ഒരു സ്പെഷ്യൽ കളറുണ്ട് അത് മോഡ്. ആ കളർ നോർമലും YI കളർ എന്ന് പറഞ്ഞ 2 മോഡുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ മോഡിലാണ് കിടക്കുന്നത്. കളറൊക്കെ നല്ല അടിപൊളി.
ഗെയ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇനി ഇതിനു മുമ്പ് ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് എടുത്ത കുറച്ച് ട്രാവൽ വീഡിയോ ഫുട്ടേജ് കാണിച്ചു തരാം. കണ്ടുപോകാനിടുന്നത്. എൻ്റെ മോനെ അങ്ങോട്ട് കാരണം അവിടെ വെള്ളച്ചാട്ടം. ഇത് കാഴ്ചയിലൊരു ആക്ഷൻ ക്യാമറയുടെ ലുക്കും ഇതിൻ്റെ സൈസൊന്നും അല്ല കേട്ടോ, കുറച്ച് വലുപ്പമുണ്ട്. ഇത് മിനി വ്ളോഗിങ് ക്യാമറയായിട്ട് തന്നെ നമുക്ക് പറയാം. ഒരു മോട്ടോ വ്ളോഗിന് ഹെൽമെറ്റിന് മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഡിസൈനിങ് അല്ല ഇതിൻ്റെ. കണ്ട, ഇതിൻ്റെ ട്രൈപോഡ് ഫിറ്റ് ചെയ്യാവുന്ന മൗണ്ടിങ് ഹോളെല്ലാ സംവിധാനമുണ്ട്. ഇതൊരു മിനി വ്ളോഗിങ് ക്യാമറയാണ്. നമുക്ക് ആക്ഷൻ ക്യാമറയിൽ ഹെൽമെറ്റ് മൗണ്ടിങ് മോട്ടോ വ്ളോഗിന് പറ്റിയ ഒരു ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, ആ മാതിരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ വാട്ടർ പ്രൂഫ് കേസ്. നല്ല ക്വാളിറ്റിയുള്ള കേസൊക്കെ തന്നെയാണ്. ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ഏതാണ്ട് 1100 രൂപയുടെ അടുത്തായി കേസിന്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇതൊരു രസകരമായ സംഭവമാണ്. ക്യാമറയ്ക്ക് 10,000 രൂപ, കേസിന് 1100 രൂപ. അടിപൊളി. എന്തായാലും ഞാനിതൊക്കെ നല്ല കുളത്തിലും പുഴയിലും വെള്ളച്ചാട്ടത്തിലൊക്കെ ഒരുപാട് ഇട്ട് നോക്കിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറുന്നില്ല. ടച്ച് സ്ക്രീനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കേസാണ്. സംഭവം പുള്ളിയുണ്ടോ, 1000 രൂപ കൊടുത്താലും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ ഫസ്റ്റ് നോക്കാം. നമുക്ക് താഴത്തെ ഇതാണ് സെറ്റിങ്സ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന റെസൊല്യൂഷൻ മോഡാണ്. അതിനകത്ത് നമുക്ക് റെസൊല്യൂഷൻ താഴെ നിന്ന് തുടങ്ങും. 960, 1080 ഫുൾ HD, 1080 അൾട്രാ മോഡ്, 2.7 അൾട്രാ, 4K അൾട്രാ, ഈ മോഡലൊക്കെ ഉണ്ടോ. നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ മറ്റേ എന്താ പറയുക, ഫ്രെയിം പെർ സെക്കൻഡിലെല്ലാം നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത മൂഡ് നോക്കാം. താഴെയാണ് ഇവിടെ ഇപ്പോൾ വീഡിയോ ആണ് കിടക്കുന്നത്. നമുക്കത് ഫോട്ടോ ആക്കുകയാണെങ്കിൽ മോഡോട്ട് ഫോട്ടോ വീണ്ടും എടുക്കുക. ടൈം ലാപ്സ്, സ്ലോ മോഷൻ, എല്ലാ സെറ്റിങ്സും അവിടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ട്. ഇത് നൈറ്റ് മോഡ് റെക്കോർഡിങ്, ലോ ലൈറ്റ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കളർ സെൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കളർ സെൻസാണ്. കളർ 6 എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കളർ കളർ നമുക്ക് നോർമൽ ഫ്ലാറ്റ് ഇട്ട് കഴിഞ്ഞാൽ കളറ് സാധാരണ പോലെയാവും. ഈ YSS ഇട്ട് കഴിഞ്ഞാൽ കളറൊക്കെ പെർഫെക്റ്റാണ്. നമുക്ക് നോക്കി അറിയാനുണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി റെക്കോർഡിങ് കാണാം കേട്ടോ. ഇത് പവർ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഹോൾഡ് ചെയ്ത് വിളിച്ചാൽ മതി. പവർ ഓഫ്. അപ്പോൾ വെച്ചാൽ മതി. നമുക്ക് ക്യാമറയുടെ സ്ലോ മോഷൻ വീഡിയോ എങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ.
മച്ചാമാരെ, നമ്മുടെ ക്യാമറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ഇടാം. ഈ ക്യാമറ ഉപയോഗിച്ചാലുണ്ടെങ്കിൽ അതും കമൻറ്റിലിടാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ട്രാവൽ വ്ളോഗായിട്ട് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.